ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ ഏതായാലും നമ്മുടെ ദേവയാനി നയനിയെ കൂട്ടിക്കൊണ്ടൊക്കെ വന്നു. ആ കാര്യമൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അനാമികയുടെ ഓരോ കള്ളത്തരങ്ങളും വെളിയിൽ ചാടാനൊക്കെ തുടങ്ങി കേട്ടോ. അനാമിക ഒരു 50 ലക്ഷം രൂപ മോഷ്ടിച്ച കാര്യവും ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ ചൊല്ലി അനി കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി. എനിക്കറിയാം അത് അനാമികയാണ് മോഷ്ടിച്ചതെന്ന്. പക്ഷേ നമ്മുടെ ജലജയുടെയും അഭിയുടെയും പേരിൽ കെട്ടിവെക്കുകയാണ് ആര്, നമ്മുടെ അനാമിക. അപ്പൊ ഇനിയിപ്പോ ഏതായാലും നയനയാണ് എടുത്തതെന്നോ നവ്യാണോ എടുത്തതെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളക്കില്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പം അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചെങ്കിലും ഡിമാൻഡ് കുറവുള്ളവര് അഭിയും ജലജയുമാണ്. അപ്പോഴത്തേക്കും അനിയോട് പറഞ്ഞു, ഞാനാണോ ഇത് എടുത്തതെന്ന് നിങ്ങൾക്ക് ഇത്ര സംശയം തോന്നാന്? ഈ വീട്ടിൽ പണ്ടേ ഒരു കള്ളനും കള്ളിയും ഉണ്ടല്ലോ, അഭിയുടെ അമ്മയും. അപ്പൊ പിന്നെ ആ വഴിക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്ന് അനിയോട് ചോദിച്ചു. പക്ഷെ എനിക്കറിയാം കേട്ടോ, എടുത്തിരിക്കുന്നത് അനാമിക തന്നെയാണ്. തൻ്റെ റൂമിനകത്ത് കയറി അലമാരയ്ക്കകത്തിരിക്കുന്ന ചെക്ക് എടുത്തോണ്ട് പോകണമെങ്കിൽ അത് അനാമിക മാത്രം എടുക്കുകയുള്ളെന്നറിയാം. പക്ഷേ നമ്മുടെ ജലജയനെയും അഭിനെയും ഒക്കെ ഇങ്ങനെ കുറ്റം വെക്കുകയാണ് അനാമിക. അങ്ങനെ അവിടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ പരിഭവവും പരാതി പറയുന്നു. അവർ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്, ഞാൻ കണ്ടു എന്ന് വരെ കള്ളം പറയുകയാണ്. അപ്പോഴത്തേക്കും അല്ലേ ജലജയ്ക്ക് കലി വന്നത്. ജലജ പറഞ്ഞു, ഞാൻ സമ്മതിക്കത്തില്ല, ഇത് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ ജലജ അഭീനെ വിളിച്ച് ചോദിച്ചു, മോനെ ഇനി നീ വല്ലോ ഈ 50 ലക്ഷം രൂപ വല്ലോ എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞോ, നീ കാരണം എനിക്ക് മൊത്തം തലവേദനയാണ്. അപ്പൊ ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാലോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അഭി പറഞ്ഞു, അമ്മ എന്ത് സംസാരം ഈ സംസാരിക്കുന്നത്, ഞാനൊരു 5 പൈസ ഇപ്പൊ ആരുടെ എടുക്കാൻ പോകാറില്ല, അല്ലെങ്കിൽ തന്നെ എന്നെ ഇപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ വാതയ്ക്കൽ പോലും കേട്ടുന്നില്ല. അതുപോലെ ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ വരും, കുരുങ്ങും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് തന്നെ അഭി തറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ജലജയ്ക്ക് മനസ്സിലായിട്ടോ അഭി എടുത്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോഴത്തേക്കും ഇനിയിപ്പോ നമ്മുടെ നവ്യയ്ക്ക് ഒരു സംശയം. ഇനിയിപ്പോ അനാമിക ഇങ്ങനെ തറപ്പിച്ച് പറയുന്നു, അനാമിക എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അനാമിക പറയുന്നത്. അപ്പൊ ഇനി അഭി തന്നെയാണോ എടുത്തതെന്ന് അറിയില്ലല്ലോ. നമ്മുടെ നവ്യയ്ക്കും അറിയാലോ അഭിയുടെയും ജലജയുടെയും കള്ളത്തരങ്ങളൊക്കെ. അങ്ങനെ അഭിയെ ചോദ്യം ചെയ്യുകയാണ്, നവ്യ നീ എടുത്തെങ്കിൽ സത്യം പറഞ്ഞോണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇത് നാണക്കേടായി തീരരുത്. അറിയാലോ എന്ത് കള്ളത്തരമാണെങ്കിലും ഒരു പരിധി കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നതിൽ, അതിൽ കൂടുതലൊന്നും ഒളിപ്പിച്ചു വെക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നീ സത്യം പറ അഭി എന്ന് പറയുമ്പോഴത്തേക്കും നീയൊന്നും മിണ്ടാതിരുന്നോണം, ഞാനിതൊന്നും എടുത്തിട്ടില്ല, എനിക്കതിന്റെ കാര്യമൊന്നുമില്ല, നീ ആയിരിക്കും എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് അഭി. അപ്പൊ അഭിയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നവ്യയ്ക്ക് അറിയാം, എടുത്തിട്ടുണ്ടെങ്കിൽ നവ്യയ്ക്ക് അറിയാം. കാരണം സ്വന്തം ഭർത്താവാണ്, കള്ളത്തരവും സത്യമൊക്കെ എങ്ങനെയാ പറയുന്നതെന്ന് നമ്മുടെ നവ്യയ്ക്ക് നന്നായിട്ട് അറിയാം. ഇത്ര നാളായില്ലോ നമ്മുടെ അഭിയുടെ കള്ളക്കളിയൊക്കെ കണ്ട് കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മുടെ നവ്യ പോയി പറയുന്നുണ്ട് നയനോടും ആദർശനോടും, അഭി ഈ സംഭവം എടുത്തിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അഭി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ആദർശേട്ടാ, അവനെയും അവൻ്റെ അമ്മയുടെയും പരിങ്ങലും കള്ളക്കളിയൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ അത് എടുത്തിട്ടില്ല, അവൻ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് അന്നത്തെ നെക്ലേസ് പോയ വഴി തന്നെയാണ്, ഈ വഴി കൂടെ തന്നെയാണ് ഈ ഒരു 50 ലക്ഷം രൂപ പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എടുത്തത് അനാമിക തന്നെ ആയിരിക്കുമെന്ന് തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. അപ്പം മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞു, 50 ലക്ഷം രൂപയല്ലേ, അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിച്ചേ പറ്റൂ, ഏതായാലും പോലീസിലൊരു കേസ് കൊടുക്കാം. എല്ലാ പ്രാവശ്യവും ഇവർ മാനക്കേടാകും എന്ന് പറഞ്ഞുകൊണ്ട് അനന്തപുരി തറവാട്ടിന് ക്ഷീണമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കേസൊന്നും കൊടുക്കാത്തത്. അപ്പൊ ആ ഒരു ബലമാണ് നമ്മുടെ അനാമികയ്ക്കുള്ളത്. അപ്പൊ അനാമികയ്ക്ക് ആ ഒരു ബലം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ കേസ് കൊടുക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഏതായാലും ആ വിശ്വാസത്തിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ തന്നെ പോലീസിനെ അറിയിക്കുകയാണ്, വിവരം അറിയിക്കുകയാണ്. ഈ പൈസ പുറത്തുനിന്ന് ഒരാളാണ് വന്ന് എടുത്തതെങ്കിലും അറിയണമല്ലോ, വീട്ടിനകത്ത് പോട്ടെ, ഇനിയിപ്പോ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഒരു കള്ളം വന്ന് ഇത് എടുത്തിട്ടുണ്ടെങ്കിലും അറിയണം. സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മോഷണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പൊ കുറെ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് പോവുകയാണ് നമ്മുടെ അനാമിക. കുറച്ച് സ്വർണ്ണങ്ങൾ പോയി, അതുപോലെ തന്നെ കുറച്ച് മുതലുകൾ, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മുടെ വേണുവിന് വിൽക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ പഞ്ചലോഹത്തിന്റെ എന്തോ ഒരു വിഗ്രഹം അതൊക്കെ ഇങ്ങനെ കാണാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ അനാമിക കൈമാറുന്നതാണ് വേണുവിന്. അപ്പം വേണുവിന്റെ കടമൊക്കെ തീർന്ന് അവര് വീടൊക്കെ മേടിക്കാറൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുരി തറവാട്ടിനെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ പണമെല്ലാം അടിച്ചു മാറ്റുക എന്നൊരു ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നമ്മുടെ അനാമികയ്ക്ക്. അപ്പൊ വീണ്ടും അനാമിക അവിടെ പതുങ്ങി കൂടി നിൽക്കുന്നത് നമ്മുടെ ജാനകിയും ജലജയുടെ ഒക്കെ സപ്പോർട്ട് കാരണം തന്നെയാണ്. അപ്പൊ ഏതായാലും നമ്മുടെ ജലജ അങ്ങോട്ട് തിരിയാണ് കേട്ടോ. അപ്പം ജലജ
പറയുകയാണ് ഇതെടുത്തിരിക്കുന്ന വേറെ ആരുമല്ല അനാമിക തന്നെയാണ് എന്ന് നമ്മുടെ ദേവയാനിയോട് ചെന്ന് പറയുകയാണ്. ഏടത്തി ശരിയാണ്, നമ്മൾ അനാമികയെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, ഏടത്തി അനാമികനെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ 50 ലക്ഷം രൂപ എടുത്തിരിക്കുന്ന അനാമിക തന്നെയാണ്, ഇതിന്റെ പുറകെ പല കാര്യങ്ങളും എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ദേവയാനി ചോദിച്ചു എന്തറിയാം, അനാമിക മോളെ കുറിച്ച് ചുമ്മാ നീ ഇങ്ങനെ ഇല്ലാക്കാതെ പറഞ്ഞു ഉണ്ടാക്കലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് വെറുതെ പറയുന്നതാണ്. നമ്മുടെ അനാമികനെ കുറിച്ചല്ല, സോറി, അനാമികനെ കുറിച്ച് ഇല്ലാക്കാതെ ഉണ്ടാക്കലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നത് വെറുതെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ദേവയാനി അനാമികയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചുമ്മാ കാണിക്കാൻ വേണ്ടി. പക്ഷെ നയനയെ സ്നേഹിക്കുന്നത് അത് ഇവർക്കാർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ ഈ ഒരു കഥയുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് കണ്ടവർക്ക് മനസ്സിലാകും. ഇനിയിപ്പോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി നയനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷമുള്ള കഥയാണ് കേട്ടോ ഇത്. അതായത് കരള് മാറ്റി വെച്ചത് നയനയുടെ ആണെന്ന് അറിഞ്ഞു. അപ്പം ഭയങ്കര സ്നേഹത്തിലാണ് ഇവർ തമ്മിൽ. മകളായിട്ടല്ല, മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെ നമ്മുടെ ദേവയാനി അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അത് ജലജയ്ക്കോ ജാനകിക്കോ രേവതിക്കോ അനാമികയ്ക്കോ വേണുവിനോ ഒന്നും അറിയില്ല, ബാക്കി എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അനാമിക മോളെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട ജലജയ് നീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏടത്തിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് അറിയാമോ? ഏടത്തിക്ക് കരള് ഏടത്തിക്ക് രോഗം വന്ന് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അതിന് കാരണക്കാരിയും അവള് തന്നെയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ദേവയാനി എന്താ ജലജ നീ പറയുന്നത്? എൻ്റെ കരള് പോകാനും എനിക്ക് കരൾ മാറ്റ ശസ്ത്രക്രിയ വെച്ചതിനുമൊക്കെ കാരണം അനാമികയാണെന്നോ? അതെങ്ങനെ അനാമികയാകും ജലജെ? നീ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അഭിനയിക്കുകയാണ്. സത്യം വെളിയിൽ കൊണ്ടുവരണമല്ലോ. അപ്പൊ അങ്ങനെ ജലജ പറഞ്ഞു സത്യം എടുത്ത് ഞാൻ പറയുന്നത്, അവൾ ഇന്ന് എന്റെ തലയിൽ കൊണ്ട് കുറ്റമിട്ടു. ഞാനും എന്റെ മോളും കൂടെയാണ് 50 ലക്ഷം രൂപ എടുത്തോണ്ട് പോയതെന്ന് അവൾ പറഞ്ഞു. പക്ഷേ അതൊന്നുമല്ല സത്യം. 50 ലക്ഷം രൂപ എടുത്തതും അവള് തന്നെയാ. ഏടത്തിയോ ആദർശൊക്കെയോ വിചാരിക്കുന്നത് പോലെ അവൾ അത്രയ്ക്ക് പണക്കാരിയൊന്നുമല്ല, ഒരു ദരിദ്രവാസി, ഒരു വെറും ദരിദ്രവാസി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും പറഞ്ഞു അതെങ്ങനെ നിനക്കറിയാം? അതെനിക്കറിയാം. ഞാൻ ഈ വീട്ടിൽ നടക്കുന്ന മുക്കിലും മൂലയിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാ ഏടത്തി ഇതിലെ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ വേണ്ട എന്ന് വെച്ചിട്ടാ. അപ്പൊ എന്റെ തലയിൽ കയറി നിരങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിട്ടുകൊടുക്കുവോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ആ സത്യം പറയാൻ പോവാണ്, വേറൊന്നുമല്ല. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു നീ സത്യം എന്താണെങ്കിലും പറഞ്ഞോ ജലജയെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അന്ന് രാത്രി എന്താ നടന്നതെന്ന് ഞാൻ പറയാം. അന്ന് ഏടത്തിക്ക് അസുഖം ഉണ്ടായില്ലേ, അന്ന് രാത്രി നടന്നു വേറൊന്നുമല്ല. അന്ന് നയന പാല് കാച്ചി വെച്ചു നവ്യക്ക് കൊടുക്കാൻ വേണ്ടി. ആ പാലില് എന്തോ മാരകമായ വിഷം കലർത്തിയത് വേറെ ആരുമല്ല, ആ വിഷം കലർത്തിയത് അനാമികയും അനാമികയുടെ അമ്മയും കൂടി ചേർന്ന. അവര് രണ്ടുപേരും ഏടത്തിക്ക് തരാൻ വേണ്ടി ഒന്നും അല്ല ആ വിഷം കലർത്തിയത്. അത് കലർത്തിയത് ആർക്ക് കൊടുക്കാനാ? ആ നവ്യക്ക് കൊടുക്കാന്, അവളുടെ കുഞ്ഞും മരിക്കാൻ വേണ്ടി. അതെന്തിന് അവളോട് ഇത്രയ്ക്ക് പക? വരുന്നത് ജലജ നീ പറയ. അവർക്ക് അങ്ങനെ പക വരണം എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. അതിന് കാരണമുണ്ട് ഏടത്തി. അതിന്റെ ഇടയ്ക്ക് എങ്ങാണ്ടാണല്ലോ ഒരു പാൽപായസം ഉണ്ടാക്കിയപ്പം ആ പാൽപായസത്തില് നമ്മുടെ രേവതിയും അനാമികയും കൂടി എന്തൊക്കെയോ ചേർത്തു. അത് നവ്യ കണ്ടു. നവ്യ എന്ത് ചെയ്തു? ആ പായസം അവർക്ക് തന്നെ കൊടുത്തു. അവർക്ക് ലൂസ് മോഷനായി, പ്രശ്നങ്ങളായി, കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്? അന്നവര് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പോലും നേരമില്ലായിരുന്നു. എനിക്കും അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. ആ വാശിയാണ് നവ്യയോട് അവര് തീർത്തത്. അതുകൊണ്ട് അവളുടെ വയറ്റിനകത്തേക്കുള്ള കുഞ്ഞിനെ കൊല്ലണമെന്ന ഓരോ ആഗ്രഹത്തോടു കൂടിയാണ് അന്ന് ആ പാലിൽ വിഷം കലർത്തിയെന്ന്. ഇത് കേട്ടതും നമ്മുടെ ദേവയാനിക്ക് കാലി അങ്ങോട്ട് വന്നില്ലേ. പക്ഷെ ദേവയാനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദേവയാനി പറഞ്ഞു ജലജെ നീ വെറുതെ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. ജലജെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അനാമിക മോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയിട്ടോ. വിശ്വസിച്ചു, നമ്മുടെ ദേവയാനി വിശ്വസിച്ചു. പക്ഷെ ഇപ്പോഴേ നമ്മുടെ അനാമികയെ പൊക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കുറേ കള്ളത്തരങ്ങൾ അനാമിക ചെയ്തത് പിടിക്കാനുണ്ട്. അപ്പൊ അത് പിടിക്കപ്പെടാതെ പോകും. അപ്പൊ അതുകൊണ്ട് ഒരു കേസും കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ 50 ലക്ഷം രൂപയുടെ. അതെല്ലാം കൂടെ പതുക്കെ തെളിഞ്ഞിട്ട് പതിയെ നമ്മുടെ അനാമികേനെ പൊക്കുന്നതല്ലേ ഇതിന്റെ ബുദ്ധി എന്ന് നയനയോട് ചെന്ന് ചോദിച്ചു. ആര്? നമ്മുടെ ദേവയാനി. അപ്പം ദേവയാനി പറഞ്ഞു ശരിയാമ്മേ, ഏതായാലും അവളിപ്പോ ഇവിടെ നിൽക്കട്ടെ, പതിയെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അതുമല്ല ഒറ്റയടിക്ക് ഇതൊക്കെ പറയുകയും
അനിയുടെ ജീവിതം നശിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ ഒട്ടും താല്പര്യമില്ലല്ലോ. അതും പ്രത്യേകിച്ച് ആദർശേട്ടൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് ബുദ്ധിപരമായി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവരുടേതായ പ്ലാനിങ്ങിലൂടെ പോവുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മുടെ ദേവയാനി അനാമികേനെ പൊന്നേ കരളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പുറകെ നടക്കുന്നുണ്ട്. ഏതായാലും എന്താ പറയാ, കൊല്ലാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൊടുക്കുന്നത് നല്ലതാണല്ലോ. അണയാൻ പോകുന്ന തീ ആളി കത്തുമെന്നൊക്കെ പറയൂലോ, ആ ഒരു ഇച്ചിരി കത്തിക്കോട്ടെ എന്ന് ഓർത്ത് തന്നെയാണ് നമ്മുടെ ദേവയാനി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ വരാൻ പോവുകയാണ്. നമ്മുടെ ആദർശിനും നയനയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കും. അപ്പം കുഞ്ഞ് ജനിക്കുന്നല്ല, നമ്മുടെ നയന പ്രഗ്നന്റ് ഒക്കെ ആവും കേട്ടോ. അപ്പൊ നയന പ്രഗ്നന്റ് ആകും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ കിടപ്പുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള വിശേഷം പിന്നെ പറയാം. പിന്നെ വേറെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ നന്ദുവിന് ജോലി കിട്ടുന്നുണ്ട്. നമ്മുടെ നന്ദു ഒരു SIയുടെ ടെസ്റ്റ് എഴുതിയിട്ട് പുള്ളിക്കാരി ലിസ്റ്റിൽ വരികയും ഒരു ജോലി SIയുടെ പോസ്റ്റിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ അനാമികയ്ക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊക്കാൻ വേണ്ടി നന്ദുവും കൂടത്തിൽ നിൽക്കുന്നതാണ്. ദേവയാനിയുടെയും നയനിയുടെയും ഒക്കെ കൂടെ സപ്പോർട്ടായിട്ട് നന്ദുവും നിന്നു എല്ലാ കള്ളത്തരവും കണ്ടുപിടിക്കും കേട്ടോ. അപ്പൊ ഏതായാലും ഇന്ന് ഇത്രയും വിശേഷം കൊണ്ട് നിർത്താല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എന്നും 12:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വിശേഷവുമായിട്ട് വരും കേട്ടോ. എന്തും കറക്റ്റ് 12:30 ആകുമ്പോൾ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരാറുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കണേ. അപ്പൊ നാളെ നമുക്ക് അടുത്തൊരു അടിപൊളി അപ്കമിങ് വിശേഷവുമായിട്ട് കാണാം. അടുത്തതല്ല, ഇതിന്റെ ബാലൻസ് അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.